ആർ സി ബി ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ ഇന്ന് പേടിച്ച് തോറ്റു. ആറ് മുമ്പിലെ പേടിച്ച് തോറ്റെന്ന് അറിയാമോ? ഒരു 15 വയസ്സുകാരന് മുമ്പിൽ ഇന്ന് ആർ സി ബി പേടിച്ച് തോറ്റ ഒരു ടീമായിട്ട് മാറി. എങ്ങനെയാ തോറ്റത്? 300 റൺസിന് വേണ്ടി പോയി ഈ ഒരു പിച്ചിൽ. ഒരു 220 റൺസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിന്നിംഗ് സ്കോർ ആയിട്ടുള്ള ഒരു പിച്ചിൽ ഈ 300 റൺസിന് വേണ്ടി പോയി. അതായത് സൂര്യവംശി ഉണ്ടെങ്കിൽ 300 റൺസും അവൻ അടിച്ച് ചേസ് ചെയ്യുമോ എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഇന്ന് ഭയന്ന് ഒരു 300 റൺസിന് വേണ്ടി പോകുന്നു. ബാറ്റിങ്ങിൽ കൊള്ളാം. 125 റൺസിൽ 7 വിക്കറ്റ് പോയി. എന്നിട്ടും ആർ സി ബിക്ക് അവിടെ 200 റൺസ് കണ്ടെത്താൻ കഴിഞ്ഞു. 20 റൺസ് നോക്കുവാണെങ്കിൽ ഷോർട്ട് ആയിരുന്നു. പിന്നെ രജിത് പടിത്താറിന്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ ഇന്ന് ക്ലൂലെസ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു. മൂന്നാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ഓവറിൽ ജോഷ് ഹേസൽവുഡ് അവിടെ വിക്കറ്റ് എടുത്തിട്ടിരിക്കുമായിരുന്നു. മൂന്നാമത്തെ ഓവറിനകത്ത് അഭിനന്ദൻ സിംഗിനെ കൊണ്ടുവരുന്നു. ആ ഓവറിനകത്ത് 16 റൺസ് വഴങ്ങുന്നു. അതായത് ഭുവനേശ്വർ കുമാറിനെ മൂന്നാമത്തെ ഓവർ കൊണ്ടുവരാമായിരുന്നു. ഫസ്റ്റ് ഓവർ ഭുവനേശ്വർ കുമാർ നോക്കുവാണെങ്കിൽ 9 റൺസാണ് വഴങ്ങിയത്. അവിടെ സൂര്യവംശിക്കെതിരെ സ്ലോ ബോൾ യോക്കറൊക്കെ എറിഞ്ഞ് അവിടെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. സൂര്യവംശിയെ പിടിച്ചു വെക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ മൂന്നാമത്തെ ഓവർ അഭിനന്ദൻ സിംഗിനെ കൊണ്ടുവന്നു കളിയുടെ മൂവ്മെന്റ് എല്ലാം നോക്കുവാണെങ്കിൽ ആറിന്റെ പക്ഷത്തോട് തിരിയുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ ആറാമത്തെ ഓവർ അഭിനന്ദൻ സിംഗിനെ കൊണ്ടുവരുന്നു. 24 റൺസ് അടങ്ങുന്നു. ജുറേൽ അവിടെ നോക്കുവാണെങ്കിൽ ജുറേലാണ് 24 റൺസ് അടിച്ചത്. ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളറെ പവർ പ്ലേക്കകത്ത് ബോൾ ചെയ്യാൻ കൊണ്ടുവരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ കളിയുടെ മൂവ്മെന്റ് കംപ്ലീറ്റ് തിരിഞ്ഞു. ഈ സീസണിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് രാജസ്ഥാന്റെ. 97 റൺസാണ് പവർ പ്ലേക്കകത്ത് അടിച്ചു കൂട്ടിയത്. 10 ഓവർ ആയപ്പോൾ തന്നെ 130 റൺസായി. പക്ഷേ അവിടെ കുർണൽ പാണ്ഡ്യ വന്നിട്ട് അവിടെ 2 വിക്കറ്റൊക്കെ എടുത്തെങ്കിലും പവർ പ്ലേക്കകത്ത് തന്നെ കളി തീർന്നു. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ ജുറേലിനെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം റണ്ണ ബോൾ കളിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. റിക്വയർ റൺ റേറ്റ് നോക്കുവാണെങ്കിൽ കേവലം 6 റൺസ് ആയിരുന്നു അവിടെ വേണ്ടത്. സോ അവർ വന്നിട്ട് റണ്ണ ബോൾ കളിച്ചു, കളിയെ ഫിനിഷ് ചെയ്തു. 4ാമത്തെ വിജയം രാജസ്ഥാൻ റോയൽസ് കരസ്ഥമാക്കുന്നു. അങ്ങനെ ഫസ്റ്റ് തോൽവി എന്തായാലും ബാംഗ്ലൂർ കരസ്ഥമാക്കും. പിന്നെ സൂര്യവംശിയെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കുന്നത്? ബുംറയെ വിട്ടില്ല. ബുംറയുടെ ഫസ്റ്റ് ബോൾ 6, ഭുവനേശ്വർ കുമാറിന്റെ ഫസ്റ്റ് ബോൾ 4, ജോഷ് ഹേസൽവുഡ്. ജോഷ് ഹേസൽ ഗോഡാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇഞ്ചറിക്ക് ശേഷം തിരിച്ചു വരുവാണ്. എന്നാ സൂപ്പർ ഒരു വെൽക്കം കൊടുത്തത്. ഫസ്റ്റ് ബോൾ ബൗണ്ടറി, സെക്കൻഡ് ബോൾ ബൗണ്ടറി, തേർഡ് ബോൾ ബൗണ്ടറി. 4ാമത്തെ ബോൾ നോക്കുവാണെങ്കിൽ ഡീപ് കവറിന്റെ മേളിൽ കൂടെ ഒരു 6. ജോഷ് ഹേസൽവുഡിന് നോക്കുവാണെങ്കിൽ 4 ബോളിനകത്ത് 18 റൺസ്. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ബഹുമാനിക്കട്ടെ സീനിയർ ആയിട്ടുള്ള ബോളർമാരെ. ഭുവനേശ്വർ കുമാർ 200 വിക്കറ്റ് എടുത്ത ഒരു ബോളറാണ് ഐ പി എല്ലിനകത്ത്. മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരു ബോളർ. 2 6 അടിച്ചത് ഭുവനേശ്വർ കുമാറിന്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ ഗോഡ് ബൂമറെ. ഏത് ബോളർമാരെ അടിച്ച് തരിപ്പണമാക്കാത്തത്. ഇന്ന് നോക്കുവാണെങ്കിൽ കിടിലം ബാറ്റിങ്. 15 ബോളിൽ നിന്ന് വന്നിട്ട് 50 എടുക്കുന്നു. 100 റൺസ് എടുത്തു പോയതിനെ ചെറുക്കാൻ. പക്ഷെ മിസ്സായി പോയി. കുർണൽ പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് കൊടുത്തിട്ട് സൂര്യവംശി കയറിപ്പോയി. സൂര്യവംശി കയറി പോയപ്പോഴത്തേന് അവന്റെ കാര്യം ചെയ്തിട്ടാണ് പോയത്. 300ന്റെ സ്ട്രൈക്ക് റേറ്റിലായി ഇന്ന് വന്ന് ബാറ്റ് ചെയ്തത്. 7 6 അടിച്ചത്, 8 4. അതായത് സൂര്യവംശി ഔട്ടായി കഴിഞ്ഞിട്ട് അടിച്ചത് കേവലം 4 ബൗണ്ടറി. അത്രയ്ക്ക് തന്നെ ഡാമേജ് നോക്കുവാണെങ്കിൽ സൂര്യവംശി പവർ പ്ലേക്കകത്ത് കൊണ്ടുവന്നു. എന്താണോ ആർ സി ബി ഭയപ്പെട്ടത് അത് തന്നെ സംഭവിച്ചു. സൂര്യവംശിയെ ഭയപ്പെട്ടു. ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നു, ബോൾ ചെയ്യാൻ വന്നു, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ചെയ്തു. അവർ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇനി എന്തോ ചെയ്യും? എങ്ങനെ സൂര്യവംശിയെ പിടിച്ചു കിട്ടും? ഇനി വല്ല സ്പിന്നർമാരെ വല്ലതും കൊണ്ടുവന്ന് പവർ പ്ലേക്കകത്ത് ബോൾ ചെയ്ത് നോക്ക്. പേസ് ബോളർമാരെ കൊണ്ട് കൂട്ടിയ കൂടത്തിലെന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പം മിച്ചൽ സ്റ്റാർക്ക് മാത്രമേ ഉള്ളൂ സൂര്യവംശിയുടെ മുമ്പിലോട്ട് വന്ന് ബോൾ ചെയ്യാൻ വേണ്ടി സീനിയർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ബോൾ ചെയ്ത് കഴിഞ്ഞു. സോ പവർ പ്ലേക്കകത്ത് വല്ല സ്പിന്നർമാരെ വല്ലതും കൊണ്ടുവന്ന് ബോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് പോലും ബോൾ ചെയ്യാൻ മറന്നു പോകായിരുന്നു സൂര്യവംശിയുടെ മുമ്പിൽ. വൈഡ് യോക്കർ എറിയാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ മുമ്പേ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ വൈഡ് ആയിട്ടുള്ള യോക്കർ എറിഞ്ഞ് ഷാദുൽ താക്കൂർ ഒന്ന് വിക്കറ്റ് എടുത്തു. കവർ പോയിന്റിലാന്ന് നോക്കുവാണെങ്കിൽ ഒരു ഫീൽഡറെ ഇട്ടിട്ട് വിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അടി കൊണ്ടപ്പോഴത്തേന് എല്ലാ പ്ലാനും നോക്കുവാണെങ്കിൽ ആർ സി ബിയുടെ ബോളർമാർ മറന്നുപോയെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കാണാൻ കഴിഞ്ഞത്. താമസിക്കാതെ തന്നെ ഇന്ത്യൻ കുപ്പായത്തിലോട്ട് മടങ്ങി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ചെറുക്കൻ നോക്കുവാണെങ്കിൽ വേറെ ലെവൽ തന്നെയാണ്. താമസിക്കാതെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. തീർച്ചയായിട്ടും മടങ്ങി വരേണ്ട ഒരു പ്ലെയർ തന്നെയാണ് സൂര്യവംശി. അതുപോലെ തന്നെ ജുറേലിന്റെ ബാറ്റിംഗ് എടുത്തു പറയണം. 43 ബോളിൽ നിന്ന് 81 റൺസ്, 3 6 അടിച്ചത്, 188ന്റെ സ്ട്രൈക്ക് റേറ്റ്. ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ഒരു 200ന്റെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നോക്കുവാണെങ്കിൽ അടുപ്പിച്ച് 2 വിക്കറ്റ് പോയപ്പോഴത്തേന് അവിടെ റണ്ണ ബോൾ കളിച്ചു. രവീന്ദ്ര ജഡേജയായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ നോക്കുവാണെങ്കിൽ 56 റൺസിന്റെ പാർട്ണർഷിപ്പിൽ ടീമിനെ കരയ്ക്കും. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയുടെ എക്സ്പീരിയൻസ് ഇന്ന് ആറിനെ തുടച്ചു. സൂപ്പർ ബാറ്റിംഗ്. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വെങ്കടേഷ് അയ്യറിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ബോളർ ഷോട്ടായി. സുയാഷ് ശർമ്മയ്ക്ക് ഇന്ന് ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. സ്കിഡ് എന്നൊരു പിച്ചായിരുന്നു ഇന്ന്. രവി വിഷ്ണോയി നോക്കുവാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു. അവിടെ നോക്കുവാണെങ്കിൽ ജോഫ് ആർച്ചർ, ബർഗറൊക്കെ നോക്കുവാണെങ്കിൽ ബോൾ സ്കിഡ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സുയാഷ് ശർമ്മയെ കൂടി ഒരു ലെഗ് സ്പിന്നറെ ഇന്ന് തീർച്ചയായിട്ടും ആർ സി ബി മിസ് ചെയ്യുന്നു. വെങ്കടേശ്വരി ടീമിലോട്ട് വന്നിട്ടും ആർ സി ബി തോറ്റു. വെങ്കടേശ്വരി ആ ഒരു ഇമ്പാക്ട് ഇന്നിങ്സ് കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ
ആദ്യത്തെ 9 ബോളിൽ നിന്ന് 10 റൺസാണ് എടുത്തത്. അവസാനത്തെ ഓവർ സന്ദീപ് ശർമ്മ വന്നപ്പോഴത്തേനാണ് അവസാനത്തെ ഓവറിൽ 21 റൺസ് എടുത്തത്. ആ ഒരു ഇമ്പാക്ട് ഇന്നിങ്സ് നോക്കുവാണെങ്കിൽ വെങ്കടേശ്വരന് കളിക്കാൻ കഴിഞ്ഞു. 18 ഓവറിനകത്ത് RR ജയിക്കുകയും ചെയ്തു. ഒരു 220 റൺസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യമേ നോക്കുവാണെങ്കിൽ അവിടെ വെങ്കടേഷ് അയ്യർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ഒരു ബോൾഡ് നോക്കുവാണെങ്കിൽ ഷോർട്ടായിരുന്നു. ടിം ഡേവിഡിനെ കൊണ്ടുവന്നിട്ട് അവിടെ അടി കൊള്ളുന്നതായിട്ട് കണ്ടു. 15 റൺസാണ് ടിം ഡേവിഡ് ഒന്ന് വഴങ്ങിയത്. അതുപോലെ തന്നെ അഭിനന്ദൻ സിംഗ് 3 ഓവറിനകത്ത് 50+ റൺസാണ് വഴങ്ങുന്നത്. കഴിഞ്ഞ 2 കളി നോക്കുവാണെങ്കിൽ ആ ഒരു വെൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ RCB ബാക്ക് ചെയ്യുന്നുണ്ട്. മങ്കേഷ് യാദവ് എന്ന് പറഞ്ഞൊരു ബോളർ വെളിയിൽ ഇരിപ്പുണ്ട്. ബാറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്ലെയറാണ്. 9ാം നമ്പറിൽ വന്ന് ബാറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡെത്ത് ഓവറിനകത്ത് മനോഹരമായിട്ട് യോക്കർ എറിയുന്ന ഒരു ബോളറാണ് മങ്കേഷ് യാദവ്. സോ അഭിനന്ദൻ സിംഗ് നോക്കുവാണെങ്കിൽ ഒരു രീതിയിലുള്ള ഇമ്പാക്ട് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ 2 കളിയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നോക്കുവാണെങ്കിൽ കളിയെ കൊണ്ട് കളയുകയും ചെയ്തു അഭിനന്ദൻ സിംഗ്. എൻ്റെ അഭിപ്രായത്തിൽ ഫിലിപ്പ് സാൾട്ടിനെ പുറത്തിരുത്തിയിട്ട് ദേവത് പടിക്കലും വിരാട് കോഹ്ലിയും കൂടെ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡിനെയും ജേക്കബ് ഡുഫിയും കൂടെ ഒരു ടീമിനകത്ത് കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇവർ പരിഗണിക്കേണ്ടതാണ്. ജേക്കബ് ഡുഫി നോക്കുവാണെങ്കിൽ 2 കളിയിലും CSKക്കെതിരെയാണെങ്കിലും അതുപോലെ തന്നെ SRHനെതിരെയാണെങ്കിലും പവർ പ്ലേക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഭുവനേശ്വർ കുമാറിന് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ജോഷ് ഹേസൽവുഡ് വന്ന് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുത്തു. ജോഷ് ഹേസൽവുഡിനെയും ജേക്കബ് ഡുഫിയെ നോക്കുവാണെങ്കിൽ ഒരു ടീമിൽ കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും RCBയെ സംബന്ധിച്ചിടത്തോളം. സോ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് പവർ പ്ലേക്കകത്ത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് നോക്കുവാണെങ്കിൽ 2025 പവർ പ്ലേക്കകത്തുള്ള സ്ട്രൈക്ക് റേറ്റ് 155 ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് 188 റൺസാണ് പവർ പ്ലേക്കകത്തുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ്. എത്രമാത്രം അത് RCBക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് സംശയം. സത്യം പറഞ്ഞാൽ വിരാട് കോഹ്ലി ഒരു 15 ഓവർ വരെ നിൽക്കണം. അപ്പോഴാണ് ടീമിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയുടെ ഒരു പ്രസൻസ് ടീമിന് വേണ്ടായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് കണ്ടിട്ട് അതിവേഗം നോക്കുവാണെങ്കിൽ സ്കോർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇന്ന് നോക്കുവാണെങ്കിൽ 16 ബോളിൽ നിന്ന് 32 എടുത്തു. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 200 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. വിരാട് കോഹ്ലിയുടെ ഈ ഒരു വേഗത RCBയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണം ചെയ്യുന്നുള്ളത് വരും മത്സരങ്ങളെ കാത്തിരുന്ന് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഫിലിപ്പ് സാൾട്ട് അല്ലെങ്കിൽ ദേവത് പടിക്കലൊക്കെ അടിച്ച് കളിച്ചിട്ട് വിരാട് കോഹ്ലിയുടെ ആ ഒരു ആങ്കർ ഇന്നിങ്സ് 150യുടെ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ RCBയെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ. ഇന്ന് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഒരു രക്ഷകനായിട്ട് മാറേണ്ടതായിരുന്നു RCBയുടെ. പക്ഷേ ആ ഒരു സ്പീഡിൽ പോക്ക് അവിടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. രവിഷ്ണോയി നോക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ആ ഒരു സ്കിഡ് ബോൾ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ കുറ്റി തെറിപ്പിച്ചു. ആ ഒരു ഗൂഗിളി ആയിരുന്നു. ഒരു ക്രോസ് ബാറ്റ് എടുക്കാൻ പോയി വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ ഒരു ക്യാച്ചിൽ നിന്ന് എസ്കേപ്പ് ആയതാണ്. ഫസ്റ്റ് ഓവറിൽ തന്നെ വിരാട് കോഹ്ലി കൊണ്ട് ക്യാച്ച് കൊടുത്തതാണ്. അവിടെ സ്ലിപ്പിനെ ഇട്ടിട്ടില്ലായിരുന്നു. ജുറേലിന് നോക്കുവാണെങ്കിൽ കൈയെത്തും ദൂരത്തായിരുന്നു ആ ഒരു ക്യാച്ച്. അതുപോലെ തന്നെ സെക്കൻഡ് ഓവറിനകത്ത് ബെർഗറിനും ഒരു ചാൻസ് കൊണ്ട് കൊടുത്ത് ജുറേലിന് പിടിക്കാൻ കഴിഞ്ഞില്ല. സോ അവിടെ 2 ചാൻസ് കിട്ടിയിട്ടും വിരാട് കോഹ്ലിക്ക് റൺസിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കുർണൽ പാണ്ഡ്യയുടെ ബാറ്റിംഗ്. കുർണൽ പാണ്ഡ്യ അവിടെ പറഞ്ഞു വിട്ടത് നമ്പർ 5 സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ്, വിക്കറ്റ് വലിച്ചെറിയാൻ വേണ്ടിയല്ലായിരുന്നു. അവിടെ 6 അടിക്കാൻ വേണ്ടിയല്ല കുർണൽ പാണ്ഡ്യ പറഞ്ഞു വിട്ടത്. 6 അടിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ടിം ഡേവിഡിനെ പറഞ്ഞു വിട്ടേനെ, റൊമാരിയോ ഷെപ്പേർഡിനെ പറഞ്ഞു വിട്ടേനെ, ജിതീഷ് ശർമ്മയെ പറഞ്ഞു വിട്ടേനെ. പക്ഷേ അവിടെ വന്നിട്ട് രവി ബിഷ്ണോയ്ക്കെതിരെ 6 അടിക്കാൻ പോകുന്നു, അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു, ടീമിനെ പ്രഷറിലാക്കുന്നു കുർണൽ പാണ്ഡ്യയുടെ ബാറ്റിംഗ്. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയുടെ ബാറ്റിംഗ്. 2 കളി നോക്കുവാണെങ്കിലും ജിതേഷ് ശർമ്മ ഫെയിൽ ആവും. SRHനെതിരെ 0, ഇന്ന് നോക്കുവാണെങ്കിൽ 5 റൺസ്. ഇന്നൊരു മാച്ച് ബിൽഡ് ചെയ്യേണ്ട സമയമായിരുന്നു രജിത് പടിതാറുമായിട്ട് ചേർന്ന്. ആ ഒരു ബെറ്റർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ജിതേഷ് ശർമ്മയ്ക്കും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ടീം പരാജയപ്പെട്ടു. ഒരു 220 റൺസ് വേണ്ടെടുത്ത് ഒരു 300 റൺസിന് വേണ്ടി പോയി. ബ്ലാക്ക് സോയിൽ പിച്ചിൽ, ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ ഇവർക്ക് ബെറ്റർ ആയിട്ട് നോക്കുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു സ്പീഡിനെ ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല പിച്ചിന്റെ. പിന്നെ രജിത് പടിതാർ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നെങ്കിലും അവിടെ ബാറ്റിംഗ്, ഒരു പിക്കപ്പ് ഷോട്ട് ഉണ്ടായിരുന്നു ബർഗറിനെ അടിച്ചത്, സൂര്യകുമാറൊക്കെ അടിക്കുന്ന പോലെ ഒരു പിക്കപ്പ് ഷോട്ട്. നമുക്കറിയാം സ്പിന്നർമാർക്ക് ഒരു നല്ല റെക്കോർഡുള്ള പ്ലെയറാണ്. പക്ഷേ ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ പേസ് ബോളർമാരെയും വിടുന്നില്ല എന്നുള്ളതാണ്. അതിന് ജോ ഫാൾച്ചർ ആണെങ്കിലും ബർഗർ ആണെങ്കിലും എല്ലാ പേസ് ബോളർമാരെയും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. ആ 18ാമത്തെ ഓവറിൽ സന്ദീപ് ശർമ്മ വന്ന് രജിത് പടിതാറിന്റെ വിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ഒരു 20 റൺസ് എക്സ്ട്രാ മേ ബി രജിത് പടിതാറിന് എടുക്കാൻ കഴിഞ്ഞേനെ. അത് മേ ബി മാച്ചിന്റെ ഗതിയെ തിരിച്ചേനെ. സോ സന്ദീപ് ശർമ്മയുടെ ആ ഒരു 18ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ വളരെ ക്രൂഷ്യലായിരുന്നു. പട്ടിദാർ വന്നിട്ട് സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. 40 ബോളിൽ നിന്ന് 63 റൺസ് എടുക്കുന്നു. 157 സ്ട്രൈക്ക് റേറ്റിൽ 4 4-ഉം 4 6-ഉം ആയിട്ട് ക്യാപ്റ്റന്റെ റോള് വന്ന് രജിത് പട്ടിദാർ വന്ന് കാഴ്ചവെച്ചിട്ട് പോയി ബാറ്റിംഗിൽ. പിന്നെ രാജസ്ഥാൻ ടീമിലോട്ട് പോകണമെങ്കിൽ പരാഗ് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ആവർത്തിച്ച് നോക്കുവാണെങ്കിൽ 125 റൺസിൽ 7 വിക്കറ്റ് പോയൊരു ടീം 14 ഓവറിനകത്ത് 200 റൺസ് ഒരിക്കലും വഴങ്ങാൻ പാടില്ലായിരുന്നു. ലാസ്റ്റ് 6 ഓവറിനകത്ത് രാജസ്ഥാൻ റോയൽസ് വഴങ്ങിയത് 64 റൺസാണ് ലാസ്റ്റ് 6 ഓവറിനകത്ത് വഴങ്ങിയത്. ലാസ്റ്റ് ഓവർ നോക്കുവാണെങ്കിൽ സന്ദീപ് ശർമ്മയെ കൊണ്ടുവരുന്നു, അവിടെ 21 റൺസ് വഴങ്ങുന്നു.
ജോഫ് ആർച്ചറിനെ കൂട്ടി ഒരു ബോർഡർ അവിടെ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവരാമായിരുന്നു. വെങ്കടേഷ് അയ്യർ നോക്കുവാണെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ജോഫ് ആർച്ചറിന്റെ പേസിൽ നോക്കുവാണെങ്കിൽ ആ ഒരു 20 റൺസ് നോക്കുവാണെങ്കിൽ സേവ് ചെയ്യാമായിരുന്നു. സൂര്യവംശിയുടെ ഒരു ബാറ്റിംഗിലായിരുന്നെങ്കിൽ മേ ബി റൈസൺ റോൾസിനും ഇന്ന് പണി കിട്ടിപ്പോയനെ. നോക്കുവാണെങ്കിൽ റൈസൺ റോൾസിന് ഒരു മൂമെന്റം കിട്ടി 7 വിക്കറ്റ് പോയെടുത്തുനിന്ന് 200 റൺസ് എന്തായാലും വഴങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ RCBയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗിലെ അപ്രോച്ച് അല്പം കൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളിംഗ് അല്പം കൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട് RCBയെ സംബന്ധിച്ചിടത്തോളം.